പിന്നെ എങ്ങനെയൊക്കെയോ പൈസ എന്തായാലും കൊടുത്തല്ലേ വെച്ചിട്ട് കുറച്ചും കൂടി ദ ഗിവൺ ജനറേഷൻ എന്നൊക്കെ കിട്ടുന്നതിന് ഓരോ ഗിവൺ തലമുറ എന്നൊക്കെ എഴുതിയേക്കാൻ പോയിരുന്നു. എന്താ അതിനൊക്കെ പറയാതൊക്കെ ഭേദം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഗൈസ് ഇന്നാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ തലേന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലൈവ് കാണാൻ പോവാണ്. എക്സാമിനറിനാണ് കാണുന്നത്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നേരെ കാണാൻ പോവാണ്. എന്തായാലും തുടങ്ങി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 9:05 ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകണം. ഏകദേശം 30 മിനിറ്റ് നമ്മൾ പിറകിലാണ്. ഞാൻ കുറേ സമയത്ത് എവിടെ ബ്രേക്ക് എടുത്തിരുന്നു. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് വൻ ബോറിംഗ് ആണെന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. നല്ല രസമായി വരുമ്പം പിന്നെ മറ്റേ ബോറിംഗ് ആണ്. ഒരു 5 മിനിറ്റ് രസമാകുമ്പോൾ പിന്നെ 15 മിനിറ്റ് ബോറാണ്. അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൻ്റെ അവസ്ഥ. തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിലൊന്നാണ് ഇംഗ്ലീഷ്, 2ആണ് കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ എന്തായാലും ബ്രേക്ക് എടുക്കട്ടെ, എന്നിട്ട് ഇനി ചോറ് കഴിഞ്ഞിട്ടൊക്കെ വരാം. എനിക്കറിയില്ല, ഇംഗ്ലീഷും ഏകദേശം പൊട്ടിയ നിലയിലാണ് അവസ്ഥ. എന്തായാലും നോക്കാം നമുക്ക്. നാളെ ഒരു പ്രത്യേക ചലഞ്ചായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്താവും നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അജാതി സീനാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റ് ബാക്കിയുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് നല്ല രീതിയിൽ പെൻഡിങ് ഉണ്ട്. എന്താ പറഞ്ഞൂടാ, ഇംഗ്ലീഷ് നല്ല ചടപ്പല്ലേ. എന്ത് ചടപ്പാണ് നിങ്ങൾക്കാർക്കും ചടപ്പാണ് നിങ്ങൾ പറയാം. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഗൈസ് നല്ല രീതിയിൽ തന്നെ ഉറക്കം വന്നിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 10:25 നാളെ രാവിലെ എണീക്കാമെന്ന് വിചാരിക്കുന്നത്. ക്ലാസ് എന്താ കഴിയാത്ത 10:25 കഴിയില്ല. അപ്പം ഞാൻ ഉറങ്ങണം, വേഗം ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഇംഗ്ലീഷ് എക്സാമൊക്കെ കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ പേപ്പർ ഇതാ. ബാക്കിയുള്ള എല്ലാ എക്സാമും കുറേ പേപ്പറിൻ്റെ ഇതാകെ 4 പേജേ ഉള്ളൂ. അതിൽ ഇംഗ്ലീഷും മലയാളം ഉണ്ടാവും, ഇത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പം പറയുകയാണെങ്കിൽ 4 ദിവസം ഫുള്ളായിട്ട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തിൽ 2 ദിവസം ഞാൻ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാൻ വെച്ചിരുന്നിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് തീർത്ത്. അടുത്ത 2 ദിവസം ഇംഗ്ലീഷിന് കൊടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഇംഗ്ലീഷിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ തലേന്ന്. ഇന്നലെ പോലും മര്യാദയ്ക്ക് പഠിക്കാനില്ല, ഉറങ്ങിപ്പോയി. രാവിലെ എണീക്കാൻ നേരം വൈകിപ്പോയി. അതിനോണ്ടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. രാവിലെ ഏകദേശം 7:30 എണീറ്റ്. അതിനോണ്ട് തന്നെ 8:30 ആയി പോകുമ്പോൾ. അപ്പോൾ ഒന്ന് ബസ് പോയി, പിന്നെ ഓട്ടോറിക്ഷ കിട്ടി, അങ്ങനെ അവിടെ എത്തി. അതൊക്കെ ഒരു കഥ. അതിനെ പറ്റിയൊന്നും പറയാതൊക്കെ വരുന്നു. ക്രിസ്മസ് എക്സാം മൊത്തമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൂഞ്ചിന്. എന്താ അറിയില്ല എങ്ങനെ മൂഞ്ചിന് എന്താന്ന്. ഇംഗ്ലീഷ് എക്സാം ടഫാണ് ഈസി ആണെന്ന് വിളിക്കാറില്ല. എനിക്ക് തോന്നുന്നത് ഈസി ആവുന്നതാണ്, പക്ഷെ എനിക്ക് ടഫായിരുന്നു. ആകെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചത് എത്ര ചെയ്തെന്ന് മനസ്സിലാ. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ പേപ്പർ. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തേക്ക് അത് കിട്ടിക്ക്. ഫസ്റ്റത്തെ മെൻഡിങ് വാളാണെന്ന്, പക്ഷേ അതിൻ്റെ പോയത്തിന് കിട്ടിയില്ല. ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ ഫസ്റ്റത്തെ പേഴ്സോണിഫിക്കേഷനൊക്കെ എഴുതിച്ചിന്. എനിക്ക് അറിഞ്ഞൂടെ ഒന്നും. അവിടെയൊക്കെ ചിത്രം വരച്ച് കളിക്കുന്നു. വെറുതെ ടൈം ഇഷ്ടം പോലെ. എൻ്റെ പൊന്നെ എത്ര നേരം അവിടെ എനിക്ക് എഴുതിയിട്ട് കഴിയില്ല. അല്ലെ, ഒന്നും നിശ്ചയില്ലാത്തതുകൊണ്ട് എത്ര നേരം ടൈമുള്ള ഉറങ്ങിയിട്ടും തീരില്ല. ലാസ്റ്റ് 12 മണിക്കാണ് വിട്ട്. നോക്കുകയാണെങ്കിൽ അതൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ കുഴപ്പമില്ല എന്നല്ല ഞാൻ ഉണ്ടാക്കിയത്. പേഴ്സോണിഫിക്കേഷൻ ഒന്നും പറയാതൊക്കെ പോയത്. മൈനുള്ളതിന് ഹെറിന് എത്തി, യുവറിനുള്ള ഫാദേഴ്സിന് എത്തി, ഐന്നുള്ളതിന് ഷീ എത്തി, അങ്ങനെയൊക്കെ മാറ്റി. അതൊക്കെ സ്പീക്കറൊക്കെ ഞാൻ ഗൗമി നിക്രൂസൻ എന്നൊക്കെ എഴുതിച്ച്. ഇതൊക്കെ എവിടെ കിട്ട പേര് അതൊക്കെ ഉണ്ട് എഴുതിച്ചിന്. എനിക്കൊന്നും അറിയില്ലതൊന്നും എന്താ. ഇതൊക്കെ എന്തൊക്കെയോ വരച്ചിന്. ഒക്കെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഇംഗ്ലീഷ് സമയം എനിക്ക്. ബാക്കിയുള്ളവർക്ക് നല്ല സിമ്പിളായിരിക്കും, പക്ഷേ എനിക്ക് നല്ല ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ പറയുകയാണെന്താ എഡിറ്റിംഗ് ഒക്കെ. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ആൻസർ അറിയണ ഒന്ന് പറയാം. ഇതിന് 1 ഇതിന് 2 ഇതിന് 3 ഇതിന് 4 കൊടുക്കുകയാണെങ്കിൽ ആൻറ്റി ബീൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. ഞാൻ എന്തൊക്കെ എഴുതിച്ച ആൻറ്റേന്ന് എഴുതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രോക്സ് ആൻഡ് കോൺസ് എന്ന്. ബീൻ്റെ എഴുതിയാണെങ്കിൽ ആസ് എ ക്വയറ്റാസ് മൗസ് എന്നൊക്കെ എഴുതിച്ച്. എന്നതാ ഇതൊക്കെ എഴുതിയിട്ടുള്ളൂ എഡിറ്റിങ്. ഇന്നലെ പഠിച്ചാണെങ്കിൽ ചാപ്റ്റേഴ്സ് പോയാൽ മാത്രം. ചോദിച്ചതാണെങ്കിൽ ഇതവിടെ പോയോ കമ്പയർ ചെയ്യാം ഒരു തേങ്ങയല്ല. അപ്പോൾ അവിടെ കുറേ ടൈം ഉണ്ടായിട്ട് വെറുതെ മോഡൽ എക്സാമിന് ഫുള്ളിൻ്റെ ഫോർമാറ്റൊക്കെ എഴുതി പഠിക്കണം എന്നൊക്കെ ഇവിടെ എഴുതിച്ച്. എന്താ പറയാൻ, ഇപ്പോൾ ഇത്ര തന്നെയുള്ളൂ പറയാൻ. ഇതൊക്കെ എന്തൊക്കെ തിന്നുവെച്ചാണ്. ഞാൻ ഒന്നല്ല ആദ്യം തിന്നുവെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ കമൻറ്റ് ഇടുക. എനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു. കാരണം ഞാൻ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് പഠിച്ചില്ല. ഇന്നലെ വൈകുന്നേരം പോലും മര്യാദയ്ക്ക് പഠിക്കാനില്ല. രാത്രി ഫുൾ അവസ്ഥയാണ്. ഒന്ന് അലാറൊക്കെ വെച്ചിട്ട് 5 മണിക്ക് അലാറം വെച്ചിട്ട് 7:30 എണീറ്റ് ഫുൾ നല്ല ഇളിയലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും കൂടി എക്സാം ഉള്ളൂ. എക്സാം പേപ്പർ വരുമ്പോൾ കാണാം. ഇനിയിപ്പോൾ അധികം യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം മാർക്കിനനുസരിച്ചിരിക്കും വീഡിയോസൊക്കെ. എന്ത് പറയാനാ, ഫുൾ ഇളിഞ്ഞാണ്. മാർക്കൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. തേങ്ങ പൊതിക്കാനായിട്ട്.
പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ഒരു പേപ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു പേപ്പറിൽ മാത്രമേ എഴുതാറുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയോ പൈസ എന്തായാലും കൊടുത്തല്ലേ വെച്ചിട്ട് കുറച്ചും കൂടി പേപ്പർ എടുത്ത് 2 പേപ്പർ. ആ മറ്റേ പേപ്പറിൻ്റെ ആണെങ്കിൽ ഇത്തിരി ഭാഗം എഴുതിയിട്ടുള്ളൂ. എന്തായാലും പൈസ കൊടുത്തില്ല, അപ്പോൾ എഴുതാ വെച്ച്. പിന്നെ ഇംഗ്ലീഷൊന്നും അവിടെ നിന്ന് കിട്ടണമെന്നില്ല. ഞാൻ എന്തൊക്കെയാ ഗിവൺ ജനറേഷൻ എന്നൊക്കെ കിട്ടുന്നതിന് ഓരോ ഗിവൺ തലമുറ എന്നൊക്കെ എഴുതിയേക്കാൻ പോയിരുന്നു. എന്താ അതിനൊക്കെ പറയാതൊക്കെ ഭേദം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ തന്നെ ഉള്ളൂ.